എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഓംനി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വരുന്ന LD ക്ലർക്ക് എക്സാമിന് സിലബസ് പ്രകാരം കറണ്ട് അഫയേഴ്സ് പോർഷനിൽ നിന്നും 20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പ് റാങ്ക് നേടി വിജയിക്കുന്നതിന് 20 മാർക്കും നേടുക എന്നത് വളരെ പ്രധാനമാണ്. സോ 2024 ജാനുവരിയിലെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആവർത്തിച്ച് കേട്ട് പഠിക്കുക, തീർച്ചയായും നിങ്ങൾക്കിത് പ്രയോജനപ്പെടും. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രധാന കാര്യം, നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര. അടുത്ത്, ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. എല്ലാ വാർഡുകളിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാനത്തെ ആദ്യ പഞ്ചായത്ത് പുന്നപ്ര തെക്ക് ആലപ്പുഴ. അപ്പോൾ എന്താണ്, എല്ലാ വാർഡുകളിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാനത്തെ ആദ്യ പഞ്ചായത്ത് പുന്നപ്ര തെക്ക് ആലപ്പുഴ. വാഹന അപകടങ്ങളിൽ പെടുന്നവരെ രക്ഷിക്കുന്നവർക്ക് പാരിതോഷികം നൽകുന്ന സോഫ്റ്റ്, സേവ് എന്നീ പദ്ധതികൾക്ക് രൂപം നൽകുന്ന സ്റ്റേറ്റ് കേരളം. അപ്പോൾ എല്ലാ വാർഡുകളിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാനത്തെ ആദ്യ പഞ്ചായത്ത് പുന്നപ്ര തെക്ക് ആലപ്പുഴ. വാഹന അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുന്നവർക്ക് പാരിതോഷികം നൽകുന്ന സോഫ്റ്റ്, സേവ് എന്നീ പദ്ധതികൾക്ക് രൂപം നൽകുന്ന സ്റ്റേറ്റ് കേരളം. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ്? എസ് ശ്രീകല. അപ്പോൾ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി നിയമിതയായത് എസ് ശ്രീകല. ആരുടെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്? സിനിമാ നടനായ ഇന്ദ്രൻസിൻ്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്. ഇപ്പോൾ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ എസ് ശ്രീകല. ഇന്ദ്രധനുസ് എന്നത് ഇന്ദ്രൻസിൻ്റെ ആത്മകഥയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം ആരാണ് രചിച്ചത്? അപ്പോൾ മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? MK സാനു. ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമ ദബാരി ക്യൂരവി. അപ്പോൾ ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമ ദബാരി ക്യൂരവി. പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി റോബോട്ടിനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ തദ്ദേശ സ്ഥാപനം എലിക്കുളം പഞ്ചായത്ത് കോട്ടയം. പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി റോബോട്ടിനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ തദ്ദേശ സ്ഥാപനം ഏതാണ്? എലിക്കുളം പഞ്ചായത്ത്, കോട്ടയം ജില്ല. ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനായി സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ അമൃത്. അപ്പോൾ ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനായി സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി റോബോട്ടിനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ തദ്ദേശ സ്ഥാപനം എലിക്കുളം പഞ്ചായത്ത്. ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനായി സംസ്ഥാനത്തെ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്.
നമുക്ക് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾ ആൻസർ ഒന്ന് ഓർത്തെടുക്കുക. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. എല്ലാ വാർഡുകളിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാനത്തെ ആദ്യ പഞ്ചായത്ത് പുന്നപ്ര തെക്ക് ആലപ്പുഴ. വാഹന അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുന്നവർക്ക് പാരിതോഷികം നൽകുന്ന സോഫ്റ്റ്, സേവ് എന്നീ പദ്ധതികൾക്ക് രൂപം നൽകുന്ന സ്റ്റേറ്റാണ് കേരളം. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി ഈ അടുത്തിടെ നിയമിതയായത് എസ് ശ്രീകല. ആരുടെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്? ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്. മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം ആരാണ് രചിച്ചത്? MK സാനു. ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യത്തെ സിനിമയാണ് ദബാരി ക്യൂരവി. പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി റോബോട്ടിനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ തദ്ദേശ സ്ഥാപനമാണ് എലിക്കുളം പഞ്ചായത്ത്. ഇത് കോട്ടയം ജില്ലയിലാണ് എലിക്കുളം പഞ്ചായത്ത്. ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനായി സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ഈ 10 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. എന്നാലും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, എങ്കിൽ മാത്രമേ ഇത് ഓർത്തിരിക്കാൻ കഴിയുള്ളൂ. 2023 രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫ്. അപ്പോൾ 2023 രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫ്. വെളിച്ചം വിളക്കു തേടുന്നു എന്ന പുസ്തകം രചിച്ചത് ആരാണ്? വെളിച്ചം വിളക്കു തേടുന്നു എന്ന പുസ്തകം രചിച്ചത് ആരാണ്? AK പുതുശ്ശേരി. AK പുതുശ്ശേരിയാണ് വെളിച്ചം വിളക്കു തേടുന്നു എന്ന പുസ്തകം രചിച്ചത്. അപ്പോൾ 2023 രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫ്. പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് K വേണുവിനാണ്. അതുപോലെ വെളിച്ചം വിളക്കു തേടുന്നു എന്ന പുസ്തകം രചിച്ചത് ആരാണ്? AK പുതുശ്ശേരി. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം. അപ്പോൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം. വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകൾ അപകടരഹിതമാക്കുന്ന എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി സേഫ് റോഡ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകൾ അപകടരഹിതമാക്കുന്ന പദ്ധതിയാണ് സേഫ് റോഡ് പദ്ധതി. അപ്പോൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം. അതുപോലെ വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകൾ അപകടരഹിതമാക്കുന്ന പദ്ധതിയാണ് സേഫ് റോഡ് പദ്ധതി. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയുടെ സമഗ്രമായ ആരോഗ്യം ഉറപ്പാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏകാരോഗ്യം. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയുടെ സമഗ്രമായ ആരോഗ്യം ഉറപ്പാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ഏകാരോഗ്യം. എല്ലാ പേർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി. ഇപ്പോൾ എന്താണ്? എല്ലാ പേർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് കെ വാക്ക്. അപ്പോൾ കെ വാക്ക് എന്താണ്? എല്ലാ പേർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി. ഏകാരോഗ്യം പദ്ധതി എന്താണ്? മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയുടെ സമഗ്രമായ ആരോഗ്യം ഉറപ്പാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ഏകാരോഗ്യം.
സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി. അപ്പോൾ എന്താണ്? സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേവാസ്. അധിനിവേശ വൃക്ഷങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് വനദീപ്തി. അപ്പോൾ അധിനിവേശ വൃക്ഷങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് വനദീപ്തി. സേവാസ് പദ്ധതി എന്താണ്? സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേവാസ്. വനദീപ്തി പദ്ധതി അധിനിവേശ വൃക്ഷങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി. അപ്പോൾ ഈ 3-4 പദ്ധതികൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകൾ അപകടരഹിതമാക്കുന്ന പദ്ധതിയാണ് സേഫ് റോഡ് പദ്ധതി. അപ്പോൾ ഏകാരോഗ്യം പദ്ധതി എന്താണ്? മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയുടെ സമഗ്രമായ ആരോഗ്യം ഉറപ്പാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ഏകാരോഗ്യം പദ്ധതി. എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതി എന്താണ്? കേവാക്. എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതി കേവാക്. സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി സേവാസ്. അധിനിവേശ വൃക്ഷങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് വനദീപ്. നമുക്കൊന്നുകൂടെ നോക്കാം. 2023 രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫ്. പ്രഥമ പുരസ്കാരത്തിന് അർഹനായത് കെ വേണു. വെളിച്ചം വിളക്കു തേടുന്നു എന്ന പുസ്തകം രചിച്ചത് AK പുതുശ്ശേരിയാണ്. ഇപ്പോൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം. വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകൾ അപകടരഹിതമാക്കുന്ന എന്ന ലക്ഷ്യത്തോടെ ഉള്ള പദ്ധതിയാണ് സേഫ് റോഡ് പദ്ധതി. ഇനി മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയുടെ സമഗ്രമായ ആരോഗ്യം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഏകാരോഗ്യം പദ്ധതി. എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് കേവാക്. സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷാ അഭിയാൻ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സേവാസ്. ഇനി സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായുള്ള സമഗ്ര കേരളയുടെ പദ്ധതിയാണ് സേവാസ്. അധിനിവേശ വൃക്ഷങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് വനദീപ്തി. ഇനി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി. അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മോട്ടോർ സൈക്ലിസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുന്ന ആദ്യ ഇന്ത്യൻ താരം M. സായ്ദീപ്, ഹൈദരാബാദ്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി കുടിവെള്ളം നൽകുന്ന പദ്ധതിയാണ് സുജലം. അപ്പോൾ സുജലം പദ്ധതി എന്താണ്? ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി കുടിവെള്ളം നൽകുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി.
അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മോട്ടോർ സൈക്കിൾസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുന്ന ആദ്യ ഇന്ത്യൻ താരം എം സായ്ദീപ് ഹൈദരാബാദ് സ്വദേശിയാണ്. അപ്പോൾ അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മോട്ടോർ സൈക്കിൾസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുന്ന ആദ്യ ഇന്ത്യൻ താരം എം സായ്ദീപ് ഹൈദരാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ കളിച്ച ആദ്യ പുരുഷ താരം രോഹിത് ശർമ്മ. അപ്പോൾ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ കളിച്ച ആദ്യ പുരുഷ താരമാണ് രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2023 മികച്ച T20 പുരുഷ താരം. അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2023 മികച്ച T20 പുരുഷ താരം സൂര്യകുമാർ യാദവ്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിം വേദി. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിം വേദി തമിഴ്നാട്. അപ്പോൾ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ കളിച്ച ആദ്യ പുരുഷ താരം ആരാണ്? രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2023 മികച്ച T20 പുരുഷ താരം സൂര്യകുമാർ യാദവ്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിം വേദി തമിഴ്നാടാണ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീന. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ പുതുതായി അംഗങ്ങളായ രാജ്യങ്ങൾ UAE, സൗദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ. ഇതോടെ ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 10 അപ്പോൾ 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ പുതുതായി അംഗങ്ങളായ രാജ്യങ്ങൾ UAE, സൗദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ. ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, UAE, സൗദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ ആൻഡ് ഇറാൻ. ഇപ്പോൾ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീന. 2024 ജാനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ പുതുതായി അംഗങ്ങളായ രാജ്യങ്ങൾ UAE, സൗദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ. 2024 ജനുവരിയിൽ കന്നിയാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദ സീസ്. അപ്പോൾ 2024 ജനുവരിയിൽ കന്നിയാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദ സീസ്. അമേരിക്കൻ കമ്പനിയായ റോയൽ കരീബിയൻ ഇന്റർനാഷണൽ ആണ് ഐക്കൺ ഓഫ് ദ സീസിന്റെ ഉടമസ്ഥർ. അപ്പോൾ അമേരിക്കൻ കമ്പനിയായ റോയൽ കരീബിയൻ ഇന്റർനാഷണൽ ആണ് ഇതിന്റെ ഉടമസ്ഥർ. നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷ നടപ്പാക്കുന്ന ആദ്യ രാജ്യം. നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷ നടപ്പാക്കുന്ന ആദ്യ രാജ്യം USA. 2024 ജനുവരിയിൽ കന്നിയാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദ സീസ്. നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷ നടപ്പാക്കുന്ന ആദ്യ രാജ്യം USA. ചാന്ദ്ര പര്യവേഷണത്തിനായി പെരഗ്രിൻ എന്ന ബഹിരാകാശ പേടകം വിക്ഷേപിച്ച രാജ്യം. ചാന്ദ്ര പര്യവേഷണത്തിനായി പെരഗ്രിൻ എന്ന ബഹിരാകാശ പേടകം വിക്ഷേപിച്ച രാജ്യം USA. നാസയും ജാപ്പനീസ് ബഹിരാകാശ ഏജൻസിയായ ജാക്സയും സംയുക്തമായി നിർമ്മിക്കുന്ന തടികൊണ്ടുള്ള ഉപഗ്രഹം ലിഗ്നോസാറ്റ്. അപ്പോൾ നാസയും ജാപ്പനീസ് ബഹിരാകാശ ഏജൻസിയായ ജാക്സയും സംയുക്തമായി നിർമ്മിക്കുന്ന തടികൊണ്ടുള്ള ഉപഗ്രഹം ലിഗ്നോസാറ്റ്. ചാന്ദ്ര പര്യവേഷണത്തിനായി പെരഗ്രിൻ എന്ന ബഹിരാകാശ പേടകം വിക്ഷേപിച്ച രാജ്യം USA. നാസയും ജാപ്പനീസ് ബഹിരാകാശ ഏജൻസിയായ ജാക്സയും സംയുക്തമായി നിർമ്മിക്കുന്ന തടികൊണ്ടുള്ള ഉപഗ്രഹം ലിഗ്നോസാറ്റ്. 2024
ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടിക്ക് വേദിയായത് കമ്പാല, ഉഗാണ്ട. ഇപ്പോൾ 2024 ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ 19ാമത് ഉച്ചകോടിക്ക് വേദിയായത് ഉഗാണ്ടയിലെ കമ്പാല. ഇന്ത്യയിൽ എല്ലായിടത്തും അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായി ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വികസിപ്പിച്ച ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹം GSAT-20. അപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായി ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വികസിപ്പിച്ച ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-20. വിദ്യാർത്ഥികളിൽ നേതൃഗുണം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച പദ്ധതി പ്രേരണ. വിദ്യാർത്ഥികളിൽ നേതൃഗുണം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് പ്രേരണ. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം അടൽ സേതു മഹാരാഷ്ട്രയിലാണ് ഇത് നിർമ്മിച്ചത്. നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി 2024 ജാനുവരിയിൽ ഇത് ഉദ്ഘാടനം ചെയ്തു. ഈ അടൽ സേതു ബന്ധിപ്പിക്കുന്നത് മുംബൈയെയും നവി മുംബൈയെയും തമ്മിലാണ്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് അടൽ സേതു. അത് നവി മുംബൈയെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഉദ്ഘാടനം ചെയ്തത് 2024 ജാനുവരിയിൽ നരേന്ദ്രമോദിയാണ്. ഇന്റർനെറ്റ് ഉപഭോക്താക്കളെ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെടുത്താൻ ബ്രൗസ് സേഫ് എന്ന ആപ്പ് വികസിപ്പിച്ച സംസ്ഥാനം. അപ്പോൾ ഇന്റർനെറ്റ് ഉപഭോക്താക്കളെ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെടുത്താൻ ബ്രൗസ് സേഫ് എന്ന ആപ്പ് വികസിപ്പിച്ച സംസ്ഥാനം കർണാടക. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലൻ 24ന്റെ വേദി വിശാഖപട്ടണം. അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ 24 വേദി വിശാഖപട്ടണം. അപ്പോൾ ഇന്റർനെറ്റ് ഉപഭോക്താക്കളെ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെടുത്താൻ ബ്രൗസ് സേഫ് എന്ന ആപ്പ് വികസിപ്പിച്ച സംസ്ഥാനം കർണാടക. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ 24 വേദി വിശാഖപട്ടണം. നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ ഒന്ന് പറയാം, ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കണേ. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളം. എല്ലാ വാർഡുകളിലും ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച സംസ്ഥാനത്തെ ആദ്യ പഞ്ചായത്ത് പുന്നപ്ര തെക്ക്, ആലപ്പുഴ. വാഹന അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുന്നവർക്ക് പാരിതോഷികം നൽകുന്ന സോഫ്റ്റ്, സേവ് എന്നീ പദ്ധതികൾക്ക് രൂപം നൽകുന്ന സ്റ്റേറ്റാണ് കേരളം. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി നിയമിതയായത് S. ശ്രീകല. ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്. മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് M.K. സാനു ആണ്. ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമ ദബാരി ക്യൂരവി. പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി റോബോട്ടിനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ തദ്ദേശ സ്ഥാപനം എലിക്കുളം പഞ്ചായത്ത്. ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിനായി സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ 2023 രണ്ടാമത് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫ്. വെളിച്ചം വിളക്കു തേടുന്നു എന്ന പുസ്തകം രചിച്ചത് A.K. പുതുശ്ശേരി. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളം. വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകൾ അപകടരഹിതമാക്കുന്ന പദ്ധതിയാണ് സേഫ് റോഡ് പദ്ധതി.
മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയുടെ സമഗ്രമായ ആരോഗ്യം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഏകാരോഗ്യം പദ്ധതി. എല്ലാ പേർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതി കെ-വാക്. സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിലുള്ള പദ്ധതിയാണ് സേവാസ്. അധിനിവേശ വൃക്ഷങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് വനദീപ്തി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിന്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി സുജലം. അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മോട്ടോർ സൈക്ലിസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവാകുന്ന ആദ്യ ഇന്ത്യൻ താരം എം സായ്ദീപ്, ഹൈദരാബാദ് സ്വദേശി. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ കളിച്ച ആദ്യ പുരുഷ താരം രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2023 മികച്ച T20 പുരുഷ താരം സൂര്യകുമാർ യാദവ്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിം വേദി തമിഴ്നാട്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായ 4ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീന. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ പുതുതായി അംഗങ്ങളായ രാജ്യങ്ങൾ UAE, സൗദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ. ഇതോടെ ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ എണ്ണം 10ആയി മാറിയിട്ടുണ്ട്. 2024 ജനുവരിയിൽ കന്നിയാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസ്. നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷ നടപ്പാക്കുന്ന ആദ്യ രാജ്യം USA. ചാന്ദ്ര പര്യവേഷണത്തിനായി പെരഗ്രിൻ എന്ന ബഹിരാകാശ പേടകം വിക്ഷേപിച്ച രാജ്യം USA. നാസയും ജാപ്പനീസ് ബഹിരാകാശ ഏജൻസിയായ ജാക്സയും സംയുക്തമായി നിർമ്മിക്കുന്ന തടി കൊണ്ടുള്ള ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. 2024 ചേരിചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടിക്ക് വേദിയായത് ഉഗാണ്ടയിലെ കമ്പാല. ഇന്ത്യയിൽ എല്ലായിടത്തും അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായി ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വികസിപ്പിച്ച ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹം GSAT-20. വിദ്യാർത്ഥികളിൽ നേതൃഗുണം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച പദ്ധതി പ്രേരണ. രാജ്യത്തെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം അടൽ സേതു മഹാരാഷ്ട്രയിലെ മുംബൈയെയും നവി മുംബൈയെയും തമ്മിലാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. ഇന്റർനെറ്റ് ഉപഭോക്താക്കളെ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെടുത്താൻ ബ്രൗസ് സേഫ് എന്ന ആപ്പ് വികസിപ്പിച്ച സംസ്ഥാനമാണ് കർണാടക. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലൻ 24 വേദി വിശാഖപട്ടണം. ഒരു തവണ കേട്ടതുകൊണ്ട് മാത്രം ഇത് ഓർത്തിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക. ഉറപ്പായും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.